എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 47 ശ്ലോകം 35, 36, 37, 38, 39, 40, 41 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ ഉപദേശം തുടരുന്നു ഗോപസ്ത്രീകൾക്കുള്ള. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 35. യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവിശ്യ വർത്തതേ സ്ത്രീണാം ച ന തഥാ ചേത സന്നികൃഷ്ടേ ക്ഷഗോചരേ. ദൂരെ ഇരിക്കണ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവിനെ എപ്പോഴും ചിന്തിക്കുന്നത് മനോധർമ്മമാണെന്ന് പറഞ്ഞുല്ലോ, ഉറപ്പിച്ചു പറയണത്. ദൂരെ ഇരിക്കണ ഇഷ്ടവസ്തുവിൽ മനസ്സ് യാതൊരു വിധം ബലമായി പ്രവേശിച്ച് അതിനെ തന്നെ ചിന്തിച്ചിരിക്കുമോ, അങ്ങനെ കണ്ണുകൾ കൊണ്ട് കാണാനും കേൾക്കാനും സാധിക്കുന്ന സമീപത്തിരിക്കുന്ന വസ്തുവില് സ്ത്രീകളുടെയും മനസ്സ് അത്ര ബലമായിരിക്കില്ല. ദൂരെ ഇരിക്കുന്നതിനാണ് പ്രത്യേകിച്ച് എപ്പോഴും ചിന്ത ഉണ്ടാവുക, അടുത്തുള്ളതിന് അത്ര ഉണ്ടാവില്ല സ്ത്രീകൾക്ക് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ അല്ലെ, സ്ത്രീകൾക്കെന്ന് അതിൽ പ്രത്യേകിച്ച് പറയണത്. സ്ത്രീണാം ച ന തഥാ ചേതം. എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ, പുരുഷന്മാർക്കായാലും. അടുത്തുള്ള വസ്തുവിനെക്കാളും അകന്നിരിക്കണത്, കുറെ ദൂരെയുള്ളതിന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവര് ദൂരെ ഇരിക്കണേ അവര് എപ്പോഴും ഇങ്ങനെ മനസ്സുകൊണ്ട് അവരെ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലെ. അത്രയും തന്നെ അടുത്തുള്ളവരെ ഉണ്ടാവില്ല, അതിപ്പോ എപ്പോഴും കാണാലോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുക. അതിപ്പോ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെയല്ലേ. എപ്പോഴും അടുത്തുള്ള ഇതിനെ അത്ര അങ്ങോട്ട് നമ്മള് പരിഗണിക്കില്ല. ദൂരെ പോകുമ്പോഴാണ്, ശരിക്കും പോയി കഴിയുമ്പോഴാണ് അതിന്റെ വില ശരിക്കും മനസ്സിലാവുക. അത് സർവ്വസാധാരണമാണ് അല്ലെ. ഭഗവാൻ അത് പറയണു. മയ്യാവേശ മനഃകൃഷ്ണം വിമുക്താശേഷവൃത്തിയത് അനുസ്മരന്ത്യോ മാം നിത്യം അചിരാൻ മാം ഉപേക്ഷ്യഥ. മറ്റുള്ള എല്ലാ വിചാരങ്ങൾ മുഴുവനും ഉപേക്ഷിച്ച് നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും എന്നിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് എന്നെ തന്നെ ധ്യാനിച്ചിരിക്കുന്ന നിങ്ങൾ ഉടനെ എന്നോടുകൂടി ചേരും എന്ന് ഭഗവാൻ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു. ഇതാണ് ആ നിരന്തര ചിന്തയുടെ ഫലം എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. യാ മയാ ക്രീഡതാ രാത്ര്യാം വനേസ്മിൻ വ്രജ ആസ്ഥിതാ അലബ്ധരാസാ കല്യാണ്യോ മാബുഃ മദ്വീര്യചിന്തയ. അലബ്ധരാസാ കല്യാണ്യോ മാബുഃ മദ്വീര്യചിന്തയാ. നിരന്തര ധ്യാന നിമിത്തം നിങ്ങൾ എന്നോടുകൂടി വേഗത്തിൽ ചേരും എന്ന് സമാധാനിപ്പിക്കാൻ പറയണതല്ല എന്നതാ പിന്നെയും ബോധ്യപ്പെടുത്താനായിട്ട് ആ മുമ്പുണ്ടായിട്ടുള്ള അനുഭവം അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഹേ ശുഭാചാരശീലകളെ, കല്യാണികളെ, അതാണ് കല്യാണ്യ എന്ന് സംബോധന ചെയ്തില്ലേ. നിങ്ങള് എന്നോട് ഉടനെ ചേരുമെന്ന് പറഞ്ഞതിൽ ഒട്ടും നിങ്ങൾ സംശയിക്കണ്ട. വൃന്ദാവനത്തില് നിങ്ങളോട് ഒരുമിച്ച് കളിക്കുന്ന എന്റെ സമീപത്തിൽ വന്നു ചേരാൻ ഭാവിച്ച ഏതേതു സ്ത്രീകളെ അവരുടെ ബന്ധുജനങ്ങൾ തടഞ്ഞു, വ്രജത്തിൽ തന്നെ ഇരുത്തിയോ, എന്നോടുകൂടിയുള്ള ലീലാസുഖം സിദ്ധിക്കാതിരുന്ന അവർ എന്റെ ലീലാവിശേഷങ്ങൾ അത്യന്തം ഉറപ്പോടെ ധ്യാനിക്കുകയാൽ ഉടനെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ഒട്ടും താമസിയാതെ എന്നോട് ചേർന്നില്ലേ. അത് നിങ്ങൾ ഓർക്കണില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്കും ചേരാൻ സംഗതി വരും. അത് ഉറപ്പിച്ചിരിക്കൂ നിങ്ങൾ എന്ന് പറയണു ഭഗവാൻ. അവർക്ക് ഉറപ്പ് കൊടുക്കുക. ശ്രീശുക ഉവാച ഏവം പ്രിയതമാദിഷ്ടമാകർണ്യ വ്രജയോഷിത താഊജുരുദ്ധവം പ്രീതാ തൽസന്ദേശാഗത സ്മൃതി. പ്രീതമൻ പറഞ്ഞയച്ച സന്ദേശവാക്യം ഇങ്ങനെ കേട്ടപ്പോ മുമ്പ് കഴിഞ്ഞ പല സംഗതികളും അവർക്ക് ഇങ്ങനെ ഓർമ്മയിൽ വന്നു. തങ്ങളുടെ സന്നിധിയിൽ തന്നെ. അപ്പൊ അവർക്ക് തോന്നി, ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് ഭഗവാൻ, ഞങ്ങളോട് നേരിട്ട് ഇങ്ങനെ പറയണ പോലെ അവർക്ക് അങ്ങോട്ട് തോന്നി. ഭഗവാന്റെ സാക്ഷാത്കാരം അപ്പൊ അവർക്ക് ഉണ്ടായി. അപ്പൊ സന്തോഷായി ആ ഗോപസ്ത്രീകൾക്ക്. അപ്പൊ ദാ അവര് ഉദ്ധവനോട് പറയാണ്, ദിഷ്ട്യാഹിതോഹതക്കംസോ യദൂനാം സാനുഗോഹകൃത് ദിഷ്ട്യാപ്തേ ലബ്ധ സർവാർത്ഥൈഃ കുശല്യാസ്തേ
അച്യുതോധുന. സ്ത്രീകൾ പറയണേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സൗഖ്യം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഭഗവാൻ സുഖമായിട്ടിരിക്കണം, ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ. ഭഗവാൻ സുഖമായിട്ടിരിക്കണമെന്ന് കേട്ടപ്പോ തന്നെ ഞങ്ങൾക്ക് സന്തോഷായി. യദുക്കൾക്ക് പരമദുഃഖത്തെ ജനിപ്പിച്ചുകൊണ്ടിരുന്ന മഹാഭാവിയായ കംസനെയും അവന്റെ സഹായികളായ ചാണൂരാദി മല്ലന്മാരെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊന്നുവല്ലോ. അത് തന്നെ സമാധാനം. ആ കംസൻ മരിച്ചതിന് ശേഷം സർവ്വ സമ്പത്തും ലഭിച്ച് സന്തോഷിക്കുന്ന ആ വസുദേവാദി ബന്ധുക്കളോടും കൂടി ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ സൗഖ്യമായിരിക്കണു എന്ന് കേട്ടപ്പോ തന്നെ ഞങ്ങൾക്ക് സന്തോഷം. അത് ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ് ഞങ്ങൾക്ക് അത് കേൾക്കാൻ സാധിച്ചത് എന്ന് പറയുന്നവര്. കച്ചിൽ ഗജാഗ്രജ സൗമ്യ കരോതി പുരയോഷിതാം പ്രീതിം ന സ്നിഗ്ധ സവ്രീഡഹാസോദാരേക്ഷണാർച്ചിത. അപ്പൊ വേറെ ചില ഗോപസ്ത്രീകൾ ചോദിക്കുകയാണ്, ഹേ സാധു, അങ്ങേ കണ്ടത് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷായി. ശ്രീകൃഷ്ണൻ ഇതുവരെ ഞങ്ങളുടെ സ്വന്തം ആയിരുന്നു, ഇപ്പോ യദുക്കളുടെ ആയി. അതുകൊണ്ട് ആ മധുരയിലെ സ്ത്രീകളുടെ ലജ്ജ, മന്ദഹാസം, വിലാസം മുതലായ ശൃംഗാര ഭാവങ്ങളൊക്കെ കണ്ട് സന്തോഷിച്ച് ഞങ്ങൾ ചെയ്യേണ്ട സന്തുഷ്ടി ആ മധുരാപട്ടണത്തിലെ യദു സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടോ? അവരുടെ ഭാഗ്യം കേട്ടിട്ടെങ്കിലും ഞങ്ങൾ സന്തോഷിക്കട്ടെ എന്ന് ഒരു തരം ആ ഈർഷ്യ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം. അപ്പൊ ഇത് കേട്ടപ്പോ മറ്റു സ്ത്രീകൾ പറയാണ്, കഥം രതിവിശേഷജ്ഞ പ്രിയശ്ച വരയോഷിതാം നാനുപഥ്യേതദ്വാക്യേ വിഭ്രമേശ്ചാനുഭാജിത. ഇതെന്താ, എന്തിനിപ്പോ ആ ചോദ്യം? ഇതില് സംശയിക്കാൻ എന്തായിരിക്കണത്? ഇങ്ങനെ ആ രതിവിശേഷത്തെ അറിയുന്ന ശ്രീകൃഷ്ണൻ പട്ടണത്തിലുള്ള പരമസുന്ദരികളായ അവരുടെ പ്രേമഭാജനമായി തന്നെ ഇരിക്കും. അവരോടുകൂടി തന്നെയാ ഇപ്പോ ശ്രീകൃഷ്ണന്റെ സംബന്ധം. അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടാവും, നമ്മളെ ചെയ്തതുപോലെയൊക്കെ ആ സ്ത്രീകളും ചെയ്യില്ലേ? ഇപ്പൊ അവരുടെ സംഭാഷണങ്ങൾ കേൾക്കുക, വിലാസഭംഗികൾ കണ്ട് ആനന്ദിക്കുക, ഈ വക പ്രവൃത്തികളെ അവർക്ക് വശനാകാതിരിക്കോ? അതെങ്ങനെയത്? ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെയാവും എന്ന് ആ സ്ത്രീ മറുപടി പറയണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.